അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റമളാൻ എന്ന മാസത്തിൻ്റെ പേര് വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. 2-ാം അധ്യായം അൽ ബഖറയിലെ 185-ാമത്തെ സൂക്തത്തിൽ റമളാൻ എന്ന പേര് അള്ളാഹു പരാമർശിച്ച ശേഷം നോമ്പിനെയല്ല പടച്ചവൻ പറയുന്നത്, മറിച്ച് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് അത് സന്മാർഗമാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, നേർവഴിയുടെ വിശദീകരണങ്ങളാണ്. വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ചു കാണിക്കുന്നതാണ്. ഇതിനു ശേഷമാണ് ഫമൻ ഷഹീദ മിൻകുമു ശഹ്റ ഫൽയസും, അതിനാൽ ആ മാസത്തിന് സാക്ഷിയാകുന്നവൻ നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു പറയുന്നത്. റമളാൻ എന്ന് കേട്ടാൽ പൊതുവെ ആളുകളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്താറുള്ളത് നോമ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനെ കുറിച്ച് പറഞ്ഞപ്പോൾ 1-ാമതും 2-ാമതും 3-ാമതും 4-ാമതും പരാമർശിച്ചത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. ശേഷമാണ് ആ മാസത്തിൽ സാക്ഷിയായവൻ നോമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞത്. ഖുർആൻ അവതീർണമായ ഖുർആന്റെ അവതരണ വാർഷിക മാസമാണ് വിശുദ്ധ റമളാൻ. അതിനാൽ വിശുദ്ധ റമളാനെ ഖുർആന്റെ അവതരണ മാസം എന്ന നിലക്ക് ഖുർആനിലേക്ക് അങ്ങേയറ്റം അടുത്തുകൊണ്ട് സ്വീകരിക്കാൻ ഓരോ വിശ്വാസിയും തയ്യാറാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനത്തെ അധ്യായമായ സൂറത്തുൻ നാസ് വരെയുള്ള 604 പേജ് 30 ജുസ് പൂർണ്ണമായും പാരായണം ചെയ്യാൻ വിശുദ്ധ റമളാനിൽ സമയം കണ്ടെത്തണം. റമളാൻ എന്നത് ഖുർആന്റെ മാസമാക്കി മാറ്റുകയും ഖുർആന്റെ മുന്നിൽ പരമാവധി സമയം ചെലവഴിക്കുകയും വേണം. മനഅത്തുഹുൻ നൗമ മിൻ അജലി, എനിക്ക് വേണ്ടിയാണ് ഞാൻ അവൻ്റെ ഉറക്കത്തെ തടഞ്ഞത് എന്ന് ഖുർആൻ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി പറയും വിധം വിശുദ്ധ ഖുർആന്റെ മുന്നിൽ ഉറക്കമിളച്ചും ഖുർആന്റെ മുന്നിൽ സമയം ചെലവഴിച്ചും റമളാനെ സാർത്ഥകമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണ്. അത് ഖുർആൻ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹുദയാണ്, നേർവഴിയാണ്, സന്മാർഗമാണ്. മനുഷ്യന്റെ മുന്നിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകാൻ പാടില്ലാത്തത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് പറയേണ്ടത്, എന്താണ് പറയാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിക്കാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആനെ കുറിച്ച് പറഞ്ഞത് നൂർ അഥവാ പ്രകാശം എന്നാണ്. പ്രകാശമുണ്ടെങ്കിലേ നമുക്ക് ഇരുട്ടുള്ള ഇടങ്ങളിൽ ജീവിക്കാൻ പറ്റൂ, ഓരോന്നിനെയും മനസ്സിലാക്കാൻ പറ്റൂ. ഇരുട്ടിൻ്റെ അവസ്ഥയിൽ വെളിച്ചം നൽകുക എന്നതാണ് ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാനുള്ള കൃത്യമായ വഴി കാണാൻ കഴിയും. കാണണമെങ്കിൽ വിശുദ്ധ ഖുർആനെ അടുത്തറിയുകയും അതിൽ പറയുന്ന ജീവിത വഴിയെ സ്വീകരിക്കുകയും ചെയ്യണം. നമ്മൾ ട്രാഫിക് സിഗ്നൽ കണ്ടിട്ടില്ലേ? അതിൽ പച്ച ലൈറ്റുണ്ട്, ചുവന്ന ലൈറ്റുണ്ട്, മഞ്ഞ ലൈറ്റുണ്ട്. പച്ച ലൈറ്റ് കണ്ടാൽ മുന്നോട്ട് പോയിക്കൊള്ളണം, പിന്നെ അവിടെ നിൽക്കരുത്. നിന്നാൽ വലിയ ട്രാഫിക് ബ്ലോക്കും ട്രാഫിക് ജാമും പ്രശ്നങ്ങളും ഉണ്ടാകും. ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ അവിടെ നിൽക്കണം, പിന്നെ മുന്നോട്ട് പോകരുത്. പോയാൽ വലിയ അപകടങ്ങളുണ്ടാകും. ഇതുപോലെ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന പച്ച ലൈറ്റുകൾ, നിങ്ങൾ ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്ന ചുവപ്പ് ലൈറ്റിന് സമാനമായ നിരോധങ്ങൾ എല്ലാം ഉണ്ട്. അവയെല്ലാം മനസ്സിലാക്കി വിശുദ്ധ ഖുർആനെ ജീവിതത്തിൽ പകർത്തി ആ വിശുദ്ധ ഖുർആൻ സ്വന്തം ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ റമളാൻ സാർത്ഥകമായി. വിശുദ്ധ ഖുർആനെ റമളാനിൽ മാത്രമല്ല പരിഗണിക്കേണ്ടത്, റമളാനിൽ അങ്ങേയറ്റം പരിഗണിക്കണം. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും മനഃപൂർവ്വം ആദ്യം കാണുന്നത് ഖുർആൻ ആക്കുക എന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വാട്സപ്പ് ആവരുത്, മറ്റൊന്നും ആവരുത്, ന്യൂസ് പേപ്പർ ആവരുത്, എല്ലാം വേണം
ഖുർആനെ കണ്ട ശേഷം മനഃപൂർവ്വം ജീവിതത്തിൽ ആദ്യം കാണുന്ന ഗ്രന്ഥം അള്ളാഹുവിൻ്റെ കലാമാവുക, അള്ളാഹുവിൻ്റെ ഖുർആനാവുക, അങ്ങനെ ജീവിതം തുടങ്ങുക എന്നത് വലിയ ബർക്കത്തുള്ള സംഗതിയാണ്. ആ ബർക്കത്തിലേക്ക് കൂടി നമ്മൾ മരണം വരെ സഞ്ചരിക്കണം. അത് നമ്മളിൽ ഉണ്ടാവണം. ആ ശീലം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. റമദാൻ മാസത്തിലും അല്ലാത്തപ്പോഴും ഖുർആൻ കണ്ടുകൊണ്ട് മനഃപൂർവ്വം ആദ്യം കാണുന്നത് ഖുർആനാക്കിക്കൊണ്ട് ജീവിതം ആരംഭിക്കുകയും അവസാനമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങും മുമ്പ് ഓതിയിരുന്ന 2 അധ്യായങ്ങളായ സൂറത്ത് സജദയും സൂറത്തുൽ മുൽക്കുമെല്ലാം ഓതി ജീവിതത്തിന്റെ തുടക്കം ഖുർആൻ എന്നതുപോലെ ഉറക്കത്തിലൂടെ അന്നത്തെ ജീവിതത്തിന്റെ അവസാനവും ഖുർആനിലേക്കാക്കി തീർത്ത് വിശുദ്ധ ഖുർആനിൽ സാർത്ഥകമായ ഒരു ജീവിതം നാം കെട്ടിപ്പടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.